ഹായ്, ഞാൻ ഐഷ ഷംസ്. ഐഷാസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ബെല്ലൈക്കൺ അമർത്തണേ. എന്നാലും ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കട്ടെ മക്കൾസെ. അപ്പോൾ എല്ലാവരും ചെയ്യില്ലേ, മറക്കാതെ എൻ്റെ മക്കൾ ചെയ്യണേ. പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ കോഴിക്കോട് ഹോട്ടലിലെ പാരഗണിലൊരു ഓറഞ്ച് കളറിൽ 2 വിധം മീൻ കറിയുണ്ട്. മാങ്ങയിട്ട മീൻ കറിയുണ്ട്, അതേപോലെ തന്നെയാണ് പുളി ഒഴിച്ചിട്ടുള്ള മീൻ കറിയുണ്ട്, വാളൻ പുളിയിലുള്ള. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് വാളൻ പുളിയിലുള്ള മീൻ കറിയാണ്. അപ്പോൾ നന്നായിട്ട് ഒരു 10-15 ചെറിയുള്ളി ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ട് അത് ചട്ടിയിലേക്ക് ഇട്ടു. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വളരെ ചെറിയ കഷ്ണം ഇഞ്ചി മതി കേട്ടോ. ഒരു 2 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതിനകത്തേക്ക് ഇട്ട് തക്കാളി ഞാൻ ഇട്ടിരുന്നു കേട്ടോ. 2 തക്കാളി ഇട്ടിരുന്നു, ചെറിയ തക്കാളി. അതുകൂടി നല്ലോണം വഴറ്റിക്കണില്ല, നല്ല മഷി പരുവത്തിൽ വഴറ്റിയതിന് ശേഷം 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂണ് കാശ്മീരി ചില്ലിയും മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ ശകലം പെരുംജീരകവും കൂടി ചേർക്കണം കേട്ടോ. ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ പച്ച മണം ഇങ്ങനെ മാറി വരണം. നല്ലോണം വഴറ്റിയെടുക്കണം. വെള്ളം ഒഴിക്കരുത്, നിങ്ങൾ വെള്ളം ഒഴിക്കാനായിട്ടില്ല കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുക, ഞങ്ങൾ 1 മുറി തേങ്ങയാണ് ചിരണ്ടി ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ആ തേങ്ങ ചിരണ്ടി മിക്സിനകത്തേക്ക് ഇടുക. ഇതിങ്ങനെ നന്നായിട്ട് ഇതായതിന് ശേഷം നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന ഈ മസാലക്കൂട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ മിക്സിയിലേക്ക് എടുത്തിടണം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കറി ഒരു 10 ആൾ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല കൊഴുപ്പ് തിക്നെസ്സും ഉണ്ടാകും. പിന്നെ അതുപോലെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിനകത്ത്. ഇങ്ങനെ ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട്, അത് പറയാൻ പറ്റില്ല ടേസ്റ്റ് ഒന്നും. അപ്പോൾ നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പാരഗണിൽ പോയി കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, അത്രയ്ക്ക് രസമാണ് ആ ഓറഞ്ച് കളർ മീൻ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ വാളൻപുളി ഒഴിച്ചിട്ട് ഈ ചട്ടിയിലേക്ക് ഈ വാളൻപുളി എടുത്ത് ഒഴിക്കുക കേട്ടോ. ഒന്നും കൂടി പിഴിഞ്ഞൊഴിക്കണേ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല ഉണ്ടാവില്ല, തേങ്ങയും ഇതൊക്കെ, അത് നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മളെപ്പോഴും കറികളൊക്കെ വെക്കുമ്പോൾ പല ടൈപ്പും വയ്ക്കും. ഒരേ ടൈപ്പ് എന്നും വയ്ക്കുമ്പോൾ കുട്ടികൾക്കും വെറുക്കാൻ തുടങ്ങും. പിന്നെ മീൻ കറിയോടുള്ള ആ ഇഷ്ടം പോവും. അപ്പം നമ്മൾ ഒരുപാട് വ്യത്യസ്ത രീതികളിൽ കറി വയ്ക്കും. വ്യത്യസ്ത നാട്ടിൽ വ്യത്യസ്ത കറികളായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ആ കറികളൊക്കെ നമ്മൾ പരീക്ഷിക്കുക. അറിയില്ലെങ്കിലൊന്ന് യൂട്യൂബ് നോക്കിയാൽ മതി. എല്ലാവരുടെ യൂട്യൂബ് ചാനലിലും ഇപ്പോൾ ഇത് കാണാൻ പറ്റും. അപ്പോൾ ഏത് യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ നമുക്കിത് കാണാം. എന്നിട്ട് ഒന്ന് തള വരുന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ഒന്ന് നല്ല ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചെറിയ ഫ്ലെയിമിലേക്ക് കൊടുക്കുക, ഒരു മീഡിയം ഫ്ലെയിം. എന്നിട്ട് അതിൽ കിടന്നൊരു 10-12 മിനിറ്റ് ഇങ്ങനെ ആ ഫ്ലെയിമിൽ കിടന്നു നന്നായിട്ട് വെന്ത് വന്നോട്ടെ കേട്ടോ. എന്നിട്ട് ഈ കറി നമുക്ക് ചോറിന് പറ്റും. പുട്ട്, ചപ്പാത്തി, പത്തിരി, പൊറോട്ടയ്ക്കൊക്കെ അതിങ്ങനെ കുതിർത്തി വെച്ച് കഴിച്ചാലുണ്ട്, എൻ്റെ റബ്ബേ പറയേണ്ട ടേസ്റ്റ്, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ വയ്ക്കുക. പിന്നെ നമ്മൾ താളിക്കാൻ എന്ത് ചെയ്യുക, ചെറിയ ഉള്ളിയും കരിവേപ്പിലയും ഒക്കെ എടുത്ത് റെഡിയാക്കി വയ്ക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ താളിക്കുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് ഉലുവ കുറച്ചിടണം കേട്ടോ. പിന്നെ ഇന്ന് എൻ്റെ അടുക്കള ഒന്നും മാറിയിട്ടുണ്ടാവില്ല. ഇന്ന് എൻ്റെ മോളുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ മോളുടെ വീട്ടിൽ വന്നാണ് ഞാൻ ട്രിവാൻഡ്രത്ത്. ഇവിടെ നല്ലൊരു ബോട്ടിക്ക് വിടുന്നുണ്ട്, എല്ലാ ഡ്രസ്സുകളും ഉണ്ട്. അപ്പം ആദ്യം ഓൺലൈനിലായിരുന്നു ചെയ്തിരുന്നത്. ഓൺലൈൻ നന്നായിട്ട് വിജയിച്ച് വന്നു. അപ്പോൾ ഓൺലൈൻ വിജയിച്ചപ്പോൾ വിചാരിച്ചു ഒരു ഷോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ചയാണ് അതിൻ്റെ ഇനാഗ്രേഷൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലും അള്ളാഹുവിൻ്റെ ബർക്കത്ത് കൊണ്ടും അത് വിജയിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും നമ്മൾ പുറത്തോട്ട് ഉള്ളിൽ മാത്രം വെച്ച് നടക്കരുത്. നമ്മളതിന് അള്ളാഹുവിനോട് ദുആ ചെയ്ത് നന്നായത് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയിപ്പിച്ച് തരും. നമ്മൾ കുശുമ്പും കുന്നായ്മ കൊണ്ടൊന്നും ജീവിക്കാതെ നമ്മൾ നാളെ മരിച്ചു പോകാനുള്ള ശരീരമാണ് നമ്മൾ നന്നായിട്ട് ഓർക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവയിട്ടിട്ട് ചെറിയ ഉള്ളി, 2 കുഞ്ഞു വെളുത്തുള്ളി, കരിവേപ്പിലയിട്ട് താളിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നിങ്ങളെല്ലാവരും ഈ മീൻ കറി ഉണ്ടാക്കിയിട്ട്
എനിക്കിതിൻ്റെ ഫീഡ്ബാക്ക് എഴുതി അറിയിച്ച് തരണം കേട്ടോ. അപ്പം ഞാൻ ഇനി കുറച്ച് ദിവസം ട്രിവാൻഡ്രത്തുണ്ടാവും ഇൻഷാ അല്ലാ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലത്തെ ഒരു മീൻ കറി വെച്ചിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. അതിൻ്റെ കൂടെ എൻ്റെ ചാനൽ വിജയിക്കാനും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതുപോലെ ഞങ്ങളുടെ ബോട്ടിക്ക് വിജയിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളുടെ ദുആയിൽ ഞങ്ങളെയും എൻ്റെ കുടുംബത്തിനെയും മക്കളെയൊക്കെ ഉൾപ്പെടുത്തണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവർക്കും അള്ളാഹു റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.